ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് പാവയ്ക്ക കറി ഉണ്ടാക്കാം. പാവയ്ക്ക കറി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്കയാണ്. പാവയ്ക്ക ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക് നടുവേ മുറിച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, തേങ്ങ അരച്ചത്, അരമുറി തേങ്ങയാണ് അരച്ചത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചട്ടി നന്നായി ചൂടായ ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇടാം. പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. അതോടൊപ്പം തന്നെ പച്ചമുളക്, കറിവേപ്പില. ഇതിലിട്ടിരിക്കുന്ന ചെറിയുള്ളി ഏകദേശം ഒരു റെഡ് കളറായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടാം. ചെറിയൊരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക ചെറുതായി അരിഞ്ഞതാണ്. ഇത് ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും ചേർത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. പാവയ്ക്കയുടെ കയ്പൽപ്പം മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഒരല്പം മുളക് പൊടി. മുളക് പൊടി വളരെ കുറവ് മതി. നമ്മൾ അതിന് കണക്കാക്കി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരല്പം കൂടെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഒഴിക്കാം. ആവശ്യമുള്ള അത്രയും നമുക്കിത് നേർപ്പിച്ചെടുക്കാം. ഒരുപാട് നേർപ്പിക്കരുത്. തേങ്ങയോട് കൂടെ ഞാനൊരല്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പുപൊടി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഉപ്പ് വളരെ കുറവാണ്, അതിനാൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ പാവയ്ക്ക വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ചേർത്തു. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാവയ്ക്ക കറി റെഡിയായി. കയ്പ്പ് അധികമില്ലാതെ പാവയ്ക്ക കറി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്.